ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന ഗൈസ് എവിൾ നണ്ണായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത് ഗൈസ്. അപ്പോൾ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്, കാരണം ഞാനിത് ഒരു തവണയാണ് കളിച്ചിട്ടുള്ളൂ. ഒരു എസ്കേപ്പ് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ്, കാരണം അത്രയ്ക്ക് സീനായിട്ടുള്ളൊരു അമ്മച്ചാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമ്മളിവിടെ ബോർഡിങ് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ ദേ നിൽക്കുന്ന ദിവസം അമ്മച്ചി ഐശ്വരി അവർ വിട്ടടിച്ച് പോയി. നമ്മളൊന്ന് നോക്കാണ്ട് പോലാണ് പോയത്. തീർന്നു ഗൈസ്. ഇത്രേ ഉള്ളൂ സംഭവം. ഈ അമ്മച്ചി നമ്മൾ തീർക്കും ഗൈസ്. ഓക്കെ, ഡേ 1 ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാൻ ജയിക്കാൻ പറ്റുമെന്ന് ഗൈസ്. ഞാൻ ഡോർ വഴി രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഗൈസ് നോക്കുന്നത് ഗൈസ്. ഇവിടെ നമ്മൾ ബോർഡിൽ എന്തൊക്കെയോ എഴുതി വയ്ക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു എംബോസിഷൻ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഗൈസ്. ഇതം കണ്ടാന്ന് തോന്നുന്നു വീടിനണ്ണ്. ഓക്കെ, ഇത് നമ്മുടെ ബെഡാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഗൈസ്, അമ്മച്ചി അതിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. അപ്പോൾ അമ്മച്ചി അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വഴി കടന്ന് പോകണം. ഓക്കെ, അമ്മച്ചി അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഗൈസ്, കാരണം ഏകദേശം നോക്കുമ്പോൾ ഇത് ഗ്രാനി പോലെ തന്നെയാണ് ഗൈസ്. പക്ഷേ ഗ്രാനിനേക്കാളും സീനാണ് ഗൈസ് ഈ അമ്മച്ചി ഗൈസ്. ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഇതുണ്ട് ഗൈസ്. ഇവിടെ നമ്മളൊരു ഇലക്ട്രിക് സംഭവം കൊണ്ടുവയ്ക്കണം. ഇത് ഞാൻ കളിച്ചിട്ടുണ്ട് ഗൈസ്, പക്ഷേ ഞാൻ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ ഞാനിത് ഇപ്പോഴാണ് കളിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മളൊരു ഇലക്ട്രിക് കേബിൾ കൊണ്ടുവന്ന് വെക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് തന്നെയാണ് ഗൈസ്. ഇതാണ് ഓക്കെ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, കൈവിട്ട കളിയാണ് ഗൈസ് നമ്മൾ കളിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല സീനുണ്ട് ഗൈസ് ഈ അമ്മച്ചി. കാരണം നമ്മുടെ ഗ്രാനി അണ്ടർഗ്രൗണ്ടിലേക്കൊന്നും ഇറങ്ങി വരില്ല ഗൈസ്. പക്ഷേ ഈ അമ്മച്ചി വരുമെന്നാണ് എനിക്ക് തോന്നണേ, കാരണം ഈ അമ്മച്ചി സ്ലിം ആൻഡ് ബ്യൂട്ടിയാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി അടിയോട് വരുമോ എന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. നമ്മളെന്തായാലും ഇവിടെ കയറി ഒളിച്ചേക്കാണ് ഗൈസ്. ഓക്കെ, അമ്മച്ചി ഇപ്പോൾ മിക്കവാറും പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഇത് ഗ്രാനിയും പോയിട്ട് ഇതേ ഗൈസ് എവിളിനാണ് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരത്തി ഇങ്ങനെ ഇഴഞ്ഞൊക്കെ നടക്കും. ഇതേ അങ്ങോട്ട് പോയി പുള്ളിക്കാരത്തി ഗൈസ്. എനിക്ക് തോന്നുന്നു ആ ശബ്ദം കേട്ടിട്ടങ്ങാണ്ടാണ് പുള്ളിക്കാരത്തി ഇവിടെ വന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വരും ഗൈസ്. ഓക്കെ, പുള്ളിക്കാരത്തി ഇതേ അങ്ങോട്ടങ്ങാണ്ടാണ് പോയത്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ കയറി വിളിക്കാം ഗൈസ്. ഇപ്പോൾ ആ ഫോട്ടോ ചാടി ശബ്ദം കേട്ട് പുള്ളിക്കാരത്തി എന്തായാലും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ദേ വരുന്നു ഗൈസ്. പുള്ളിക്കാരത്തി വരുന്നുണ്ട് ഗൈസ്. പുള്ളിക്കാരത്തിയുടെ കയ്യിൽ എന്തൊരു കല്ലും കൊണ്ടുണ്ടാക്കിയ എന്തോ സംഭവമാണ് ഗൈസ്. അത് വെച്ചെക്കൊണ്ടാണ് നമ്മൾ അടിച്ചു കൊല്ലണത് ഗൈസ്. എങ്ങനെയും ഇവിടുന്ന് എസ്കേപ്പ് ആവണം. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മാക്സിമം 4 എസ്കേപ്പ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. ഒരു മെയിൻ ഡോർ എസ്കേപ്പ് ഉണ്ട്, പിന്നെ വാൻ എസ്കേപ്പ് ഉണ്ട്, പിന്നെ മുതലുണ്ട് ഗൈസ്. മുതൽ എസ്കേപ്പ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഹൈഡ്രജൻ ബലൂൺ എസ്കേപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മെയിൻ ഡോർ എസ്കേപ്പാണ് ഗൈസ്. ഗൈസ്, അമ്മച്ചി അങ്ങോട്ടാണ് ഗൈസ് പോയത്. എവിളിനണ്ണ അമ്മച്ചി അങ്ങോട്ടാണ് പോയത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം ഗൈസ്. പുള്ളിക്കാരത്തി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഗൈസ്. നമുക്ക് അവിടെ പോയിട്ട് ഒരു സ്വിച്ചും കൂടി ഓൺ ആക്കാനുണ്ട് ഗൈസ്. ആ സ്വിച്ചും കൂടി ഓൺ ആക്കിയാലാണ് അടഞ്ഞിടക്കുന്ന ഗേറ്റ് എല്ലാം തുറക്കത്തുള്ളൂ ഗൈസ്. അപ്പോൾ അത്ര എനിക്കറിയാം ഗൈസ്, അത്ര എനിക്കറിയാം. ഞാനിത് കൂടുതൽ കളിച്ചിട്ടൊന്നുമില്ല. ഒരു എസ്കേപ്പ് പോലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഗൈസ് ഞാൻ ഈ ഗെയിം എടുക്കുന്നത് തന്നെ. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം അമ്മച്ചി എവിടെയാണെന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഈ അമ്മച്ചിക്ക് അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട്. ഓക്കെ ഗൈസ്, അമ്മച്ചിനെ കാണാനില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. ഈ ഗെയിം നന്നായിട്ട് പേടിയാവുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, നോക്കാം. ഓക്കെ ഗൈസ്, അമ്മച്ചിനെ കാണാനില്ല. എവിടെയാണ് അമ്മച്ചി? ഇത് എവിടെയാണ് ഗൈസ്? പുറത്തേക്ക് ഇറങ്ങിയാലോ നമുക്ക് ഗൈസ്? എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് ഗൈസ്. ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെ ഗൈസ്, എന്തോ പേടിയാവുന്നുണ്ട് ഗൈസ്. ഗൈസ്, എവിടെയാണ് അമ്മച്ചിനെ കാണാനില്ല ഗൈസ്. പുള്ളിക്കാരത്തി ഇത് എവിടെ പോയിന്നൊരു പിടിയില്ല. ഓക്കെ, എവിടെയാണ് അമ്മച്ചി? ഇത് എവിടെയാണ് ഗൈസ്? ഇതേ പോണു എവിടെയാണ് അമ്മച്ചി? അമ്മച്ചി ഇതേ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സുഖമായി. അവിടെ പോയി ഒരു സ്വിച്ച് ഓൺ ആക്കാനുണ്ട് ഗൈസ്. ഓക്കെ, ഈ സ്വിച്ചാണ് ഓൺ ആക്കാനുള്ളത്. ഓക്കെ ഗൈസ്, അവിടെ തുറന്നിട്ട് നമുക്ക് എന്തായാലും ഈ വഴി പോവാം. ആ ശബ്ദം കേട്ടിപ്പോൾ എന്തായാലും അമ്മച്ചി താഴത്തേക്ക് വരും ഗൈസ്. ഗൈസ്, ഇതെന്താണ് ചോരയാ ഗൈസ്? ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ ഗൈസ്. അതിന് മുമ്പ് ഇവിടെ നിന്നൊന്നും ഇല്ല ഗൈസ്. ഇവിടെ നിന്നൊന്നും കാണാനില്ല. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വഴി പോകണം.
ഓക്കെ ഈ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. ഇതാരാണ്? ഓക്കെ ഇത് അമ്മച്ചിയുടെ ബെഡ്റൂമാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അമ്മച്ചിയുടെ ബെഡ്റൂം നല്ല വൃത്തിയോടെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ബെഡ്റൂം മോശമായിട്ടാണ് ഗൈസ് ഇരിക്കുന്നത്. ഓക്കെ നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോവാം ഗൈസ്. കാരണം അമ്മച്ചി സീനാണ്. പുള്ളിക്കാരത്ത് ഇതിൻ്റെ അടിയിലൊക്കെ വരും ഗൈസ്. ഏതിൽ വരും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ അമ്മച്ചി പിടിക്കാണ്ട് നമ്മൾ നോക്കണം ഗൈസ്. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒളിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ ഓക്കെ അതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒളിക്കാം. ഇതേ ഗൈസ് അമ്മച്ചി. ഗൈസ് അമ്മച്ചി വന്നു ഗൈസ്. അമ്മച്ചി വന്ന് ഗൈസ് അമ്മച്ചി അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ് ഗൈസ്. നമ്മളെ തിരയുകയെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ അമ്മച്ചി വന്നിട്ടുണ്ട് എന്തായാലും. ഇതേ ഗൈസ് അമ്മച്ചി അതിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ഗൈസ്. ഗൈസ് അമ്മച്ചി അതിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. അപ്പോൾ അമ്മച്ചി അണ്ടർഗ്രൗണ്ടിലൂടെ എന്തായാലും ഉറപ്പായിട്ടും വരുമെന്നാണ് എനിക്ക് തോന്നണേ. അമ്മച്ചി അതിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ഗൈസ്. നമ്മുടെ ഗ്രാനീനെ പോലെ അല്ല ഗൈസ് അമ്മച്ചി. നമ്മുടെ ഗ്രാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെയൊന്നും ഗ്രാനി പോവില്ല ഗൈസ്. ഗ്രാനി ചാപ്റ്റർ 1 ഒരു അണ്ടർഗ്രൗണ്ട് ഇല്ല ഗൈസ്. ഓക്കെ അതിവിടെ ഒന്നും നമ്മുടെ ഗ്രാനി വന്നിട്ടില്ല നമ്മുടെ പുറകെ. പക്ഷേ ഈ അമ്മച്ചി വരും ഗൈസ്. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഇതൊക്കെ ഏതാണ് സ്ഥലം എന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ സ്ഥലം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഗൈസ് എവിടെയോ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതേതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഓക്കെ നമ്മൾ എവിടേക്കോ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതേതാ സ്ഥലം എന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും കാണാൻ അതേ ഗൈസ് ക്രൗ ബാർ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഈ ക്രൗ ബാർ വെച്ച് കുറേ പരിപാടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ ഇവിടെയൊക്കെ ഗൈസ് ഈ ബാത്റൂമിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഓക്കെ ഗൈസ് ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ ഗൈസ് ഇവിടെ നമുക്ക് ഇത് വെച്ച് എന്തോ ഇളക്കാനുണ്ട് ഗൈസ്. ഓ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും ഗൈസ്. പക്ഷേ അമ്മച്ചി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അമ്മച്ചിയും ഉറപ്പായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വരും ഗൈസ്. കാരണം നമ്മൾ കണ്ടതാണ് അമ്മച്ചി പോണത്. ഓക്കെ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ ഈ ഡോർ തുറക്കാൻ പറ്റില്ല. അതിനെന്തോ കീ വേണമെന്നാണ് അവർ പറയുന്നത്. ഗൈസ് നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തി ഗൈസ്. ഓക്കെ വേറെ ഏതൊരു അണ്ടർഗ്രൗണ്ടിൽ എത്തി നമ്മൾ. ഇങ്ങോട്ട് അമ്മച്ചി വരുമെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും മറ്റു സ്ഥലത്തേക്ക് അമ്മച്ചി വരും അതെനിക്കറിയാം ഗൈസ്. ഇവിടെയൊക്കെ എന്താണ് വെച്ചാൽ ഉള്ളത്. ഓക്കെ ഗൈസ് നമുക്ക് ഈ വഴി മേളിലേക്ക് കയറി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. ഓക്കെ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കയറാൻ പറ്റും ഗൈസ്. ഓക്കെ നമ്മൾ മേളിലേക്ക് എന്തായാലും കയറി ഗൈസ്. ഇതാ വഴിയല്ലേ ഗൈസ്. നമ്മുടെ ഡാഡിയും മമ്മിയും നമ്മളെ കൊണ്ടുവന്ന് വിട്ട ആ വഴിയാണിത് ഗൈസ്. ആ വഴിയാണ് നമ്മൾ ബോർഡിങ്ങിൽ ചേർക്കാൻ നമ്മളൊരു കാറ് തന്നില്ലേ. ആ വഴിയാണ് ഗൈസ് ഇത്. ഓക്കെ ഗൈസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല ഗൈസ്. ആ വഴിയാണിത്. ഓക്കെ ഗൈസ് അപ്പോൾ വാൻ എസ്കേപ്പ് എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. ഈ വഴി നമ്മൾ വന്ന് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വാൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. ഓക്കെ ഇതിനകത്ത് പച്ച കാണിച്ച് ഇതിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ചുവന്ന് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ പച്ച കാണിച്ച് ഇതിൽ പോകാൻ പറ്റുള്ളൂ. ഓക്കെ നമുക്കെന്തായാലും ഗൈസ് നമ്മളിത് വന്ന വഴി തന്നെയല്ലേ. നമുക്കെന്തായാലും മുകളിൽ കയറിയാലോ ഗൈസ്. ഇതേതാണ് വഴി. ഓക്കെ ഇതാ റോഡ് തന്നെയാണ് ഗൈസ്. ഇതാ റോഡ് തന്നെയാണ് ഗൈസ്. നമുക്കിനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യാനുള്ളതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ ഒന്നും ഞാൻ സത്യം പറഞ്ഞ് കയറിയിട്ടില്ല ഗൈസ്. ഞാൻ ഇങ്ങനെയൊന്നും വന്നിട്ട് പോലുമില്ല. ഓക്കെ കളിച്ചു എന്നല്ലാണ്ട് ഈ വഴിയുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ ചുമ്മാ പോയിപ്പോൾ കണ്ടതാണ് ഗൈസ്. ഇതെന്താണ് ഒരു സ്വിച്ച്. ആ ബട്ടൺ നമ്മളെന്തായാലും അമർത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അതിലെന്തോ പോയി. നമ്മൾ ആ ബട്ടൺ അമർത്തിയപ്പോൾ. ഓക്കെ നമുക്കെന്തായാലും ഇവിടെ കയറി ഒളിച്ചിരിക്കാം ഗൈസ്. ചിലപ്പോൾ എവിൽ അമ്മച്ചി ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. സൗണ്ട് കേട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ സ്വിച്ച് ഓൺ ആക്കിയില്ലേ, ആ സ്വിച്ചിൻ്റെ ശബ്ദം കേട്ട് എൽവിൻ വരാൻ ചാൻസും ഉണ്ട് അമ്മച്ചി. ഓക്കെ ഓക്കെ എന്തെങ്കിലും സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഗൈസ്? എനിക്കെന്തോ ഒരു സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട് ഗൈസ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എണ്ണിച്ചാലോ ഗൈസ്? ഓക്കെ നമ്മളെന്തായാലും ഇവിടെ നിന്ന് എണ്ണിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ എന്താണ് ഗൈസ്? ഇവിടെ എന്തോ ഡോറ് തുറക്കാനുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ ഗൈസ് ഇവിടെ എന്തൊരു കീ ഉണ്ട് ഗൈസ്. ബഞ്ച് ഓഫ് കീസ് ഗൈസ്. ഈ കീ വെച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ബഞ്ച് ഓഫ് കീസ് വെച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഗൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കാം ഗൈസ്. കാരണം എന്തോ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. കാരണം എവിൽ അമ്മച്ചി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. അത് ഉറപ്പുള്ള കാര്യമാണ്. എവിൽ അമ്മച്ചി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു എന്ന് കരുതിയാൽ ഗൈസ്. അതിന് അത്രയ്ക്ക് സീനുള്ള അമ്മച്ചിയാണ് എവിൽ അമ്മച്ചി
കാരണം ഗ്രാനീനെക്കാളും അത്യാവശ്യം സ്പീഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സീനാണ് ഗൈസ്. ഈ ഗ്രാനിയും എവിളിനണ്ണാമ്മച്ചിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊരു നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും ഒന്ന് എണിച്ചാലോ ഗൈസ്? പക്ഷേ എണിക്കാനും തോന്നുന്നില്ല ഗൈസ്, കാരണം പേടിയാവുകയാണ് ഗൈസ്. ഗൈസ് ദേ വേറൊരു അമ്മച്ചി ഗൈസ്. അപ്പോൾ ഇവിടെ എവിളിനണ്ണാമ്മച്ചിനെ കൂടാതെ വേറെ ഏതൊരു അമ്മച്ചിയും കൂടി ഉണ്ട് ഗൈസ്. ഓക്കെ